ഐ നോബഡി പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ സിനിമ വരാൻ പോവുകയാണ്. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നിസാം ബഷീർ സംവിധാനം ചെയ്ത് അതിൻ്റെ അകത്ത് സമീർ അബ്ദുൾ റൈറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഇവരുടെ തന്നെ ആദ്യത്തെ സിനിമ റോഷാക്ക് കിടിലനായിരുന്നു. മമ്മൂട്ടിയെ വെച്ച് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മൂവി ചെയ്തിരുന്നതാണ്. അവരുടെ തന്നെ അടുത്ത സിനിമ വരികയാണ്. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്യുന്നത്. കലൈ കിങ്സ്റ്റന്റെ സ്റ്റണ്ട് പറയാതിരിക്കാൻ വരാ, ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവും സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം. പിന്നെ പൃഥ്വിരാജ്, പാർവതി, മധുബാല്, ശങ്കർ രാമകൃഷ്ണൻ, അബ്ദുൾ ഹക്കീം, അങ്ങനെ കുറേയേറെ താരങ്ങളുമുള്ള ഒരു ട്രെയിലർ. അതിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം. കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് അവന്മാർ 3 പേരും അകത്തേക്ക് കയറി കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവന്മാർ എന്നിട്ട് അടിയും വാങ്ങിച്ച് അവന്മാരനെ പിടിച്ചോണ്ട് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. അവന്മാർ ആരെ സാറേ കൊണ്ടുപോയാ? വല്ല VIP ആണോ? ഒരു നോബഡി. ഓ, എന്നെ ഐറ്റം അല്ലേ. അതായത് വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ട്രെയിലറാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അവരുടെ തന്നെ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമനെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ച ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ ആ ഒരു ഫസ്റ്റ് ഇൻട്രോ തന്നെ കിടലിനായിരുന്നു. അങ്ങനെ ആ സിനിമ കംപ്ലീറ്റ്ലി ഒരു മിസ്റ്റീരിയസ് ആയിട്ട് നമ്മളെ ഒരു 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 ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരുന്നു റോഷാക്ക്. അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടില് അവരുടെ രണ്ടാമത്തെ സിനിമയാണ് ഐ നോബഡി. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സിനിമ സംവിധായകനും ആക്ടറും എല്ലാം കൂടെ കൂടിയ ഒരു പാക്കേജാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾ. നമ്മൾ നടനായിട്ട് കണ്ട ആൾ പിന്നീട് സംവിധായകനാവുകയും പാട്ട് പാടും, എന്തൊക്കെ ചെയ്യും. സിനിമയുടെ എല്ലാ വശങ്ങളും എട്ടും കുറ്റിയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നടൻ. അങ്ങനെ ഒരു നടൻ എന്ന് തന്നെ പറയാം. ഇന്ത്യ മൊത്തം അറിയാം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ആരാണെന്നും എന്താണെന്നും ഉള്ളത്. നമുക്ക് കുറച്ച് ഭാഗം കൂടെ കാണാം. താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങൾ പോലീസുകാരെ പെട്ടുപോലോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. എടാ, ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്നത് സേഫ് ആണോ? അവിടെ അവന്മാരെ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് അവന്മാരുടെ പുറകെ നടക്കുക സാറേ. ഓഫീസിൽ ഒക്കെ കയറാൻ വന്ന് അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ. ഒരു ആക്ഷൻ പാക്ഡ് മിസ്റ്റീരിയസ് മൂവി. ഒരു ബാങ്ക് റോബറി ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പണം തട്ടുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് ക്യാരക്ടറാണ് നമ്മൾ കാണുന്നത്. കാരണം പുള്ളിയുടെ ഫേസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നടപ്പും ആ എടുപ്പും ഒക്കെ കാണുമ്പോൾ അറിയാം എന്തോ കുറച്ച് നിഗൂഢതകളൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അവിടെ ഫാമിലി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ കാണാം. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തന്റെ ഭാര്യയുമായി സുഖിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു പപ്പ അടികൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? കംപ്ലീറ്റ് എന്റർടൈനർ, ഒരാളെ ചുറ്റിപ്പറ്റി പോകുന്ന. അതായത് നമ്മൾ തിയേറ്ററിൽ ഇരുന്നാൽ ആ ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. കാരണം നമ്മളെ പിടിച്ച് ഇരുത്താൻ പറ്റുന്ന സാധനം ആ കയ്യിലുണ്ട്, ആവനാഴിയിലുണ്ട്. ഇനിയും വരാനുണ്ട് ജെയ്ക്സ് ബിജോയുടെ വക. പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു. അത് ചില സമയത്ത് പുള്ളി ഈ ചില ഇന്റർവ്യൂസിലൊക്കെ വന്ന് ഇങ്ങനെ തള്ളി കൊണ്ടുപോകാറുണ്ട്. അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. നമ്മളും അതുപോലെ തന്നെ തള്ളി കൊണ്ടുപോകണം. പക്ഷെ തള്ളാനുള്ള ഐറ്റം ഉണ്ട് പൃഥ്വിരാജ് സുകുമാരന്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഏതറ്റം വരെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനായിരിക്കുകയാണ്. അപ്പം ഈ സിനിമ, അതായത് ഇനിയും വരാനിരിക്കുന്ന കുറേ നല്ല സിനിമകളുണ്ട്. ലൂസിഫറിന്റെ അല്ലെങ്കിൽ എമ്പുരാന്റെ അടുത്ത ഭാഗം വരാനുണ്ട്, അല്ലെ പൃഥ്വിരാജിന്റെ അടുത്ത ഡയറക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു സാധനമാണിത്. ബാക്കി നമുക്ക് നോക്കാം. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തന്റെ ഭാര്യയുമായി സുഖിക്കുകയായിരുന്നു. എന്തായാലും കണ്ടല്ലോ അല്ലെ, ഇതിന്റെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും എടുത്തെടുത്ത് പറയുന്നതിന്റെ ഒരു കാര്യം. കാരണം അത്രയും നമ്മളെ ഒരു ട്രെയിലർ കൊണ്ട് നമ്മളെ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് എൻഗേജിങ് ആയിട്ട് തോന്നി. ട്രെയിലർ കൂടുതൽ എൻഗേജിങ് ആക്കിക്കുകയാണ്. അപ്പോൾ നമ്മളെ തിയേറ്ററിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇവിടെ നിസാം ബഷീറും അതുപോലെ തന്നെ സമീർ അബ്ദുളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം
പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ നമുക്കറിയാം. പുള്ളി ഏത് സിനിമയ്ക്കും ഏത് കഥാപാത്രത്തിനും അനുയോജ്യമായിട്ട് തന്റെ ശരീരം മെരുക്കിയെടുക്കുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിന്റെ ഖലീഫ എന്ന് പറയുന്ന മൂവി വരാനുണ്ട്. അതൊക്കെ വമ്പ ഹൈപ്പ് വരുന്ന സിനിമകളാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെതായ കുറെ വീക്ഷണങ്ങളൊക്കെ വെച്ച് അദ്ദേഹം അറിയാം. നമുക്ക് ഇപ്പൊ ഈ എമ്പുരാൻ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സിനിമയിലെ കുറച്ച് ആശയങ്ങൾ. പക്ഷെ ധൈര്യപൂർവ്വം ആ സിനിമ ഇറക്കാൻ അദ്ദേഹത്തിന് പറ്റി. മുരളി ഗോപി എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ ആ എഴുതിയത് ഒട്ടും തന്നെ മാറ്റാതെ അത് അതുപോലെ തന്നെ ചെയ്ത് അത് സ്ക്രീനിൽ എത്തിച്ച് നമ്മളെ കാണിക്കാനുള്ള ധൈര്യം കാണിച്ചൊരു നടനാണ് പൃഥ്വിരാജ്. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു പ്രത്യേക നിലപാടുകളുടെ കാര്യത്തിൽ അത്യാവശ്യം പറയുന്ന വാക്കിലൊക്കെ ഒരു വ്യക്തതയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഐ നോബഡി, ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നല്ല, ഞാൻ ആരുമല്ല എന്ന് തന്നെയാണ് അത് വിചാരിക്കുന്നത്. ഒരു ഫാമിലി, അത് പാർവതി, ഒരു എന്താ പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട് മിസ്റ്റീരിയസ് ആയിട്ട് ഒരു ബാങ്ക് തെഫ്റ്റ് ആണ് സംഭവം. അപ്പം അതിന്റെ കുറച്ച് വിഷ്വൽസോടെ നമുക്ക് കാണാം. എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞങ്ങൾക്കതാ. കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ട്, പകുതിയാക്കണ്ട. മൊത്തമായിട്ട് രാജീവ് സാറല്ലേ സാർ? SP ഓഫീസർ എന്ന് വരണമായിരുന്നു. രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB ഗൾഫിനോ? അവിടെ തന്നെ. പിന്നെ അതിനാ രാജീവൻ ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇതാദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് തല്ലിയിട്ട് എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഒരു ഇന്റർവ്യൂ നൽകുന്നു. അദ്ദേഹത്തിന് പല കാര്യങ്ങളും, സിനിമ മാത്രമല്ല, അദ്ദേഹം സിനിമയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അറിയാതെ ഇരുന്ന് പോകും. നമുക്ക് ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മളിരുന്ന് കേൾക്കും. അത് നമുക്കും അതിൻ്റെതായ എന്തോ ഒരു വലിയ സംഭവം നമുക്ക് കിട്ടുന്ന ഒരു ഫീല് തരാൻ പൃഥ്വിരാജിന് പറ്റാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ പല പരീക്ഷണ ചിത്രങ്ങളും, 9 എന്ന് പറയുന്ന ഒരു സൈഫൈ മൂവിയൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ഒരു സൈഫൈ മൂവി മലയാളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു മൂവിയാണ്. പക്ഷേ അതിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം മലയാളി പ്രേക്ഷകർ അങ്ങനെ ഒരു സിനിമ ആ ഒരു സമയത്ത് പ്രതീക്ഷിക്കാഞ്ഞത് കൊണ്ട് മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നു. മാസായിട്ടും ക്ലാസ് ആയിട്ടും അതുപോലെ തന്നെ തമാശകൾ കാണിച്ച് ചിരിപ്പിക്കാനും ചോക്ലേറ്റ് ഹീറോ ആയിട്ട് വരാനും ഏത് രീതി വേണേലും എത്തുന്ന ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ് സുകുമാരൻ. പ്രത്യേകിച്ച് അതുല്യനായ സുകുമാരൻ്റെ, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ സുകുമാരൻ്റെ ഇളയ മകൻ, അല്ലെ മൂത്ത മകൻ ഇന്ദ്രജിത്താണ്. ഇളയ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നന്ദനം തൊട്ടേ അദ്ദേഹത്തിൻ്റെതായ ഒരു മലയാള സിനിമയിൽ അദ്ദേഹം കാല് എടുത്തു വെച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് പുതിയ മുഖം എന്ന സിനിമയിൽ കൂടെ വളരെ ഒരു മാസ് ഓഡിയൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് എത്തിച്ചു. പിന്നീട് പല വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ കൂടെ നമ്മളെ കോരിത്തരിപ്പിച്ചിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു വ്യത്യസ്ത റോളാകും ഐ നോബഡി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നെങ്കിൽ ഇതൊരു സൂപ്പർ ഹിറ്റ് ആവും, അല്ലെങ്കിൽ ഇത് ഒരു ആവറേജ് ലെവലിൽ. കാരണം പൃഥ്വിരാജിന്റെ പല സിനിമകളുടെയും ഇന്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈപ്പിൽ പോയിട്ട് പോരല്ലോ എന്ന് തോന്നിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ പലർക്കും പല ഇതായിരിക്കും. പക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഇന്ന് മലയാള സിനിമ നമ്മുടെ കേരളത്തിന് പുറത്തേക്ക്, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, അവരുടെ ആ ഒരു ത്രയം, അല്ലെങ്കിൽ അതിനുശേഷം ഒരു മലയാള സിനിമയെ കേരളത്തിന് പുറത്തേക്ക് ഒരു ലെവലിലേക്ക് എത്തിക്കുവാനായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ എടുത്തിരിക്കുന്ന എഫേർട്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇപ്പം പാൻ ഇന്ത്യൻ നടനാണ്. ആക്ച്വലി നമ്മുടെ മലയാളം വിട്ട് ഹിന്ദി ചെയ്യുന്നുണ്ട്, തെലുങ്ക്, തമിഴ്, അങ്ങനെ പല ഭാഷകളിൽ വലിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സംവിധായകർ, രാജമൗലി പോലുള്ള സംവിധായകരുടെ കൂടെ സിനിമകൾ ചെയ്യുകയും അതിനനുസരിച്ച് പേരും പ്രൗഢിയുള്ളൊരു മനുഷ്യനാണ് പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ കൊണ്ടുവരുന്ന ഈ ഒരു സിനിമ, അതും പ്രത്യേകിച്ച് റോഷാക്ക് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുകയും എഴുതുകയും ചെയ്ത രണ്ടുപേരുടെ ആ ഒരു സ്റ്റൈലിഷ്, ഒരു മിസ്റ്റീരിയസ് മൂഡിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവി ചെയ്ത് നമ്മളെ ഒരു വെറൈറ്റി സിനിമ കാണിച്ച അവർ തന്നെ രണ്ടാമത് വീണ്ടും ഒരു മിസ്റ്റീരിയസ് ബാങ്ക് തെഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കുള്ള ഒരു പൃഥ്വിരാജിന്റെ തന്നെ ഒരു വളരെ വേറിട്ട, അതായത് ആ ഫേസിലൊക്കെ നമുക്കറിയാം ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു ക്യാരക്ടറിനെ എത്തിച്ച് നമ്മളെ തിയേറ്ററുകളിൽ ത്രസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ത്രില്ല് ചെയ്യിച്ച് നമ്മളെ മുൾമുനയിൽ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള
ഒരു പ്രത്യേക പടമായിട്ടാണ് എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അപ്പം എന്തായാലും പടം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണണം. കണ്ട് എല്ലാവരും തന്നെ, കാരണം മലയാള സിനിമ എന്ന് പറയുമ്പോൾ വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ നടന്മാർ എടുക്കുന്ന ചില എഫേർട്ടുകളിലും ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. പൃഥ്വിരാജ് അതിൻ്റെ അകത്ത് നല്ല എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. നമുക്ക് എന്തായാലും തിയേറ്ററിൽ കാത്തിരുന്ന് കാണാം.